അതിനുവേണ്ടി ജിഹാദിയൻ താല്പര്യവുമായി ഒരു സംഘം ആഗോളതലത്തിൽ പരന്നു കിടക്കുന്ന വേരുകളുള്ള അടിവേരുകളുള്ള ആഗോള ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം നമ്മുടെ കേരളീയ സമൂഹത്തിലും കർണാടകത്തിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അതിന്റെ പേര് ലൗ ജിഹാദ് എന്നുമാണ് എന്ന് ഇവിടെയുള്ള മത സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തി വൈരവും വൈരാഗ്യവും ഉണ്ടാക്കിക്കൊണ്ട് മുതലെടുപ്പ് നടത്താൻ താല്പര്യപ്പെടുന്ന ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കും. ഒരു വേള ബഹുമാനപ്പെട്ട കോടതി പോലും ഈ വിഷയത്തിൽ അവധാനതയില്ലാത്ത തിടുക്കപ്പിടിച്ച ഒരു നിലപാടുമായി മുന്നോട്ട് പോയി. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനോമാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രണയം നടിക്കുകയും ആ പ്രണയത്തിലൂടെ ഇസ്ലാമിലേക്ക് കുറെ ആളെ തട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന, ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന ലൗ ജിഹാദ് എന്ന് പറയുന്ന സംഗതി മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ തൽപര കക്ഷികൾ എവിടെയെങ്കിലും ചെയ്താൽ പോലും അതിന് പരിശുദ്ധമായി ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു കാര്യവുമാണ്. ഞാൻ വൈവാഹിക ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് സൂചിപ്പിച്ചു വന്നത് വിവാഹ ജീവിതത്തിൽ നിന്ന് തുടങ്ങുകയാണ് ഒരു കുടുംബത്തിന്റെ ആദ്യഘട്ടം. പക്ഷെ അവിടെ മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ കേവലം കാമപൂർത്തീകരണം എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് ദമ്പതികളുടെ ജീവിതം ആരംഭിക്കുന്നിടത്ത് ഒരിക്കലും ഈ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിന് നന്മ കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് ചെറിയ ബുദ്ധിമുട്ട് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. സന്താനമുണ്ടാകുന്നിടത്ത് ആ സന്താനത്തിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ചില സ്വപ്നങ്ങളുണ്ട്. അത്തരം മക്കൾക്ക് സ്വാഭാവികമായും മാതാപിതാക്കളുടെ കാര്യത്തിൽ ചില സ്വപ്നങ്ങൾ ഉണ്ടായി. ഞാൻ പത്രത്തിലെ ഒരു കാർട്ടൂൺ ഓർക്കുകയാണ്. 74 വയസ്സുള്ള അച്ഛനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മധ്യവയസ്കരായ യുവത്വം പിന്നിട്ട് ഏതാണ്ട് 50-ലേക്ക് എത്തിയ അച്ഛനും അമ്മയും കൂടി അവരുടെ അച്ഛന് വേണ്ടിയിട്ട് വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രമുഖമായ പ്രശസ്തമായ വൃദ്ധസദനത്തിലേക്ക് കടന്നു വരുന്നതാണ് കാർട്ടൂണിലെ പ്രധാന ഭാഗം. ഇവര് എനിക്കൊരു സീറ്റ്, ഞങ്ങൾക്കൊരു ചാൻസ് വേണം, ഒരു സീറ്റ് വേണം. അപ്പോൾ അവര് പറയുന്നു, ഇക്കൊല്ലം തീരെ ഇവിടെ സ്ഥലമില്ല, ഇനി നിങ്ങൾ അടുത്ത 1.5 വർഷത്തിന് ശേഷം ഒരു സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. വൃദ്ധസദനത്തിലേക്ക് വല്യച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പോകുമ്പോ ആ കൂട്ടത്തിൽ അവരുടെ 18 വയസ്സുള്ള മക്കളും പോയിട്ടുണ്ട്. 18-22 വയസ്സുള്ള മക്കളും കൂടെയുണ്ട്. പിന്നിൽ മാറുന്നത് കൊണ്ട് ഈ ചെറുപ്പക്കാരായ കുട്ടികൾ പറയുന്നു, എങ്കിൽ ഒരു 6-7 വർഷത്തിന് ശേഷം ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സീറ്റ് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാടത്ത് പണിയെടുത്തതിന് വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെ ഈ അച്ഛനും അമ്മയും ഇരുട്ടത്തടി നേരിടുന്ന തരത്തിലുള്ള പ്രതികരണമാണ് സത്യത്തിൽ അവരുടെ സന്തതികളിൽ നിന്ന് അവർ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച് വളർത്താൻ ആവശ്യമായ തുക അത്രയും മാറിയെടുത്തോളൂ എന്ന് യുവാക്കളായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ഈ 2 കുട്ടികൾ പറയുമ്പോ എത്രത്തോളം വേദനയുണ്ടാവും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിപ്പെട്ട ഈ മാതാപിതാക്കൾക്ക്.